എല്ലാവരുടെയും വീട്ടിൽ അത്യാവശ്യമായിട്ടുള്ളൊരു ഐറ്റമാണ് ഈ ടേപ്പ് എന്ന് പറയുന്നത്. എല്ലാവരും പറഞ്ഞ ടേപ്പ് വീട്ടിൽ വാങ്ങിച്ചു വെക്കുക കേട്ടോ. കാരണം നമുക്ക് ഇപ്പം കൂടുതൽ നമ്മൾ ഓൺലൈനാണ് പർച്ചേസ് ചെയ്യുന്നത്. അധികം നമ്മൾ ഡയറക്റ്റ് പോയി പർച്ചേസ് ചെയ്യാറില്ല. ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ കുർത്തീസും ഒക്കെ എടുക്കുമ്പോൾ ഈ ടേപ്പ് ഒരു ഐറ്റം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവരുടെയും വീട്ടിൽ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. എല്ലാവരും പറഞ്ഞ ടേപ്പ് വാങ്ങിച്ചു വെക്കുക. അപ്പോൾ ഇന്നത്തെ ടിപ്പ് ഓഫ് ദ ഡേ ആണ്, ടിപ്പ് ഓഫ് ദ വീക്കാണ് ഞാനിന്ന് പറയാൻ വന്നത്. സാരിയുടെ വീഡിയോ അല്ലെങ്കിൽ ബ്ലൗസിൻ്റെ വീഡിയോ അല്ല കേട്ടോ ഇന്ന് വന്നേക്കുന്നത്. ഇന്ന് നമുക്ക് കുർത്തിയുടെ മെഷർമെൻറ്റ് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ്. റെഡിമെയ്ഡ് കുർത്തീസിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളൊരു കുർത്തിയുടെ മെഷർമെൻറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ കുർത്തി ഓൺലൈൻ ടു പർച്ചേസ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് മെഷർമെൻറ്റ്സ് ഞാൻ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് കാണിക്കാം കേട്ടോ. ഫസ്റ്റ് അപ്പം ഞാൻ ഈ ടേപ്പിനെ കുറിച്ചൊന്ന് പറയാം. നമ്മുടെ അതായത് ചിലർക്ക് ഇത് യൂസ്ഡ് അല്ല. നമ്മളിപ്പോൾ യൂസ്ഡ് ആയിട്ട് ഇപ്പം അതുമായിട്ട് പരിചയമുള്ളവർക്ക് ടേപ്പിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. അല്ലാത്തവർ യൂസ്ഡ് അല്ലാത്തവർ പുറത്തുള്ള കസ്റ്റമേഴ്സൊക്കെ ഉണ്ടല്ലോ, കുറേ പേർക്ക് ഇത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ സിമ്പിളായിട്ടൊന്ന് പറയാം കേട്ടോ. അതായത് നമ്മൾ ഇഞ്ചസിലും എടുക്കാൻ പറ്റും, സെൻറ്റിമീറ്ററിലും മെഷർമെൻറ്റ് എടുക്കാൻ പറ്റും. ഇഞ്ചസിൽ എടുക്കുമ്പോൾ ഈ ഒരു വലിയ ലെറ്റേഴ്സ് എഴുതിയിരിക്കുന്നത് ഇതാണ് ഇഞ്ചസിൽ വരുന്നത് കേട്ടോ. ഇഞ്ചസിലാണ് നമ്മൾ നോർമലി മെഷർമെൻറ്റ്സ് ഡിസൈനേഴ്സും ടൈലേഴ്സൊക്കെ എടുക്കാറുള്ളത് ഇഞ്ചസിൽ. അപ്പോൾ നിങ്ങൾ എപ്പോഴും മെഷർമെൻറ്റ് എടുക്കുമ്പോൾ ഇഞ്ചസിൽ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതെന്ന് പറയുമ്പോൾ സെൻറ്റിമീറ്ററിലാണ് വന്നേക്കുന്നത്. സെൻറ്റിമീറ്റർ ഇപ്പം ഒരു ടേപ്പ് എന്ന് പറയുമ്പോൾ 150 സെൻറ്റിമീറ്ററാണ്, അതായത് 1.5 മീറ്ററാണ്. ഇപ്പോൾ നിങ്ങൾ തുണിയൊക്കെ മെഷർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ടേപ്പ് ഫുൾ എടുക്കുകയാണെങ്കിൽ 1.5 മീറ്റർ തുണിയായിരിക്കും. അതും നമുക്കൊരു കൺഫ്യൂഷനുള്ള കാര്യമാണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വീണ്ടും പറയുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരു ടേപ്പ് ഇപ്പം മെഷർമെൻറ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഈ ഫുൾ ടേപ്പ് എന്ന് പറയുന്നത് 1.5 മീറ്ററാണ് കേട്ടോ വരിക. അപ്പോൾ ഇതിൻ്റെ നമുക്ക് മെഷർമെൻറ്റ് റെഡി കുർത്തിയുടെ മെഷർമെൻറ്റ് എങ്ങനെ എടുക്കാമെന്നുള്ളതാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അത് നമ്മുടെ മെഷർമെൻറ്റ്, നമ്മുടെ സൈഡിലെ മെഷർമെൻറ്റ് ഇതുപോലെ തന്നെയായിരിക്കും നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും കുർത്തീസ് എടുക്കുമ്പോൾ 38, 40, 42 അങ്ങനെ നോക്കിയിട്ട് വേണം നമ്മുടെ സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാനും. പിന്നെ പുറത്തുനിന്നുള്ള സൈറ്റിൽ നിന്നോ എവിടെ നിന്നാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മെഷർമെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് മെഷർമെൻറ്റ് എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഒരു റെഡി ഡ്രസ്സ് എടുക്കുക, ഇടുന്ന ഡ്രസ്സ്, ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രസ്സ്. പഴയത് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫിറ്റൊക്കെ ആയിരിക്കും, ടൈറ്റൊക്കെ ഉള്ളത് എടുക്കാതിരിക്കുക. കറക്റ്റ് നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു കുർത്തി എടുക്കുക. എടുത്തിട്ട് നമ്മളെല്ലാവരും പറയാറുണ്ട്, വീഡിയോസിൽ പലരും ആംപിറ്റ് ടു ആംപിറ്റ് മെഷർ ചെയ്യാൻ പറയാറുണ്ട്. ആംപിറ്റ് ടു ആംപിറ്റ് എന്ന് പറഞ്ഞാൽ അതായത് കൈക്കുഴിയുടെ അവിടെയാണ് കേട്ടോ. ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ നമുക്കിത് മെഷർ ചെയ്യാൻ പറ്റും. ഇഞ്ചസിൽ മെഷർ ചെയ്യുക. മെഷർ ചെയ്ത് കഴിയുമ്പോൾ ഇതിപ്പോൾ 19 ആണ് വന്നിരിക്കുന്നത്. 19 എന്ന് പറഞ്ഞാൽ 19ൻ്റെ ഡബിൾ എടുക്കുമ്പോൾ കിട്ടുന്നത് 38 ആണ്. ഈ കുർത്തി അപ്പോൾ 38 സൈസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 38 സൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ 36 ഒക്കെ ചെസ്റ്റ് ഉള്ളവർക്ക് 38 റെഡി ചെസ്റ്റ് ഉള്ളവർക്ക് 38 കുർത്തി ചേരുമോ എന്നുള്ള കൺഫ്യൂഷൻ വരും. ഒരിക്കലും ചേരത്തില്ല. നമുക്ക് എപ്പോഴും ഇടുമ്പം ഈസി വേണമല്ലോ. നമ്മളിങ്ങനെ എടുക്കുന്ന മെഷർമെൻറ്റ്, അതായത് നമ്മൾ റെഡി എടുക്കുന്ന മെഷർമെൻറ്റും റെഡി കുർത്തിയിൽ നിന്ന് എടുക്കുന്ന മെഷർമെൻറ്റും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും ഒരു 2 ഇഞ്ച്, ഇപ്പോൾ 36 ഉള്ളവർക്ക് ഈ 38 കിട്ടുന്നത് കറക്റ്റായിരിക്കും. ഇപ്പോൾ 2 ഇഞ്ച് ഈസ് കാണും, നമുക്ക് ഇടാനായിട്ടുള്ള ഈസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് വേണം എടുക്കാൻ. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ആംപിറ്റ് ടു ആംപിറ്റ് എടുക്കുക. ആംപിറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, താഴത്തോട്ട് ഇറങ്ങിപ്പോകരുത്. ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഷേപ്പിൻ്റെ അവിടെ നമുക്ക് ഇഞ്ചസ് കുറയും, ഷേപ്പ് കുറയും. അപ്പോൾ ഇത് ഈ ഒരു ആം ഹോളിൻ്റെ അവിടെ തന്നെ എടുക്കുക. പിന്നെ നിങ്ങൾ നോക്കുന്നത് ഷേപ്പിൻ്റെ അവിടെ. ഷേപ്പ് നോർമലി വരുന്നത് 14.5, 15 ഇത് ഹൈറ്റ് വെച്ചിട്ടായിരിക്കും ഷേപ്പ് വരുന്നത്. പിന്നെ റെഡി കുർത്തീസ് എപ്പോഴും നമ്മൾ ചെയ്തല്ലേ വരുന്നത്. അപ്പോൾ ഷേപ്പ് നിങ്ങൾ നോക്കേണ്ടി വരത്തില്ല. എന്തെങ്കിലും ചെറിയ ഷേപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കലേ നടക്കുള്ളൂ. ഒരിക്കലും നമ്മൾ മെഷർമെൻറ്റ് എടുത്ത് തയ്ക്കുന്ന കുർത്തി പോലെ റെഡിമെയ്ഡ് കുർത്തീസ് നമുക്ക് അത്രയും പെർഫെക്ഷനിൽ കിട്ടില്ല. അത് നമ്മുടെ പലരുടെയും ശരീരം പല രീതിയിലായിരിക്കും. ചിലർക്ക് വണ്ണമുള്ള കൈക്ക് വണ്ണം ഉണ്ടായിരിക്കും, ചിലപ്പോൾ ചെസ്റ്റ് കൂടുതലായിരിക്കും, ചിലപ്പോൾ ഹിപ്പ് സൈസ് കൂടുതലായിരിക്കും. അപ്പോൾ പലർക്കും പല രീതിയിലുള്ള ബോഡി ഷേപ്പ് ആയിരിക്കും. അപ്പോൾ റെഡിമെയ്ഡ് എടുക്കുമ്പോൾ എപ്പോഴും നമുക്ക് അവിടെ ഇവിടെയൊക്കെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ പിന്നെ എടുക്കുന്നതെന്ന് വെച്ചാൽ ഹിപ്പ് സൈസ് ഹിപ്പിൻ്റെ അവിടെ വെച്ചാൽ ഇപ്പോൾ സ്ട്രെയിറ്റ് കട്ട് കുർത്തിയാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. സ്ട്രെയിറ്റ് കട്ട് കുർത്തി ആകുമ്പോൾ ഹിപ്പ് സൈസ് എന്ന് പറയുമ്പോൾ ഈ ഒരു സ്ലിറ്റിൻ്റെ ഏകദേശം ഒരു പോർഷനിലാണ് നമ്മൾ ഹിപ്പ് സൈസ് നോക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ 20 ആണ് വന്നേക്കുന്നത്. 20 എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ 1 ഇഞ്ച് കൂടുതലായിരിക്കും. അതായത് ആംപിറ്റിനെക്കാട്ടി 1 ഇഞ്ച് ആയിരിക്കും നമ്മളെപ്പോഴും ഹിപ്പ് സൈസ് കൂടുതൽ. അല്ലെങ്കിൽ ചിലതിന് നമ്മൾ 2 ഇഞ്ച് വരെയൊക്കെ വരാറുണ്ട്. ടെന്നസി ബ്രാൻഡ് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, അതിൽ ശരിക്കും പറഞ്ഞാൽ
ഹിപ്പ് സൈസ് കൂടുതലുള്ളവർക്കും വയറ് കൂടുതലുള്ളവർക്കും ഒക്കെ നല്ലതായിരിക്കും. ഇതിപ്പോൾ കറക്റ്റ് കുറച്ച് വയറ് കൂടുതലുണ്ട്, എന്നാൽ ഇവിടെ നിങ്ങൾക്ക് 38 ആണ് കിട്ടുന്നതെങ്കിൽ നെക്സ്റ്റ് സൈസ് ഓപ്റ്റ് ചെയ്യുക, 40 ഓപ്റ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളിവിടെ മെഷർ ചെയ്യുമ്പം 19 എന്നുള്ള 19ൻ്റെ ഹാഫ് ആണെങ്കിൽ പോലും 20 വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക, 40 സൈസ് എടുക്കുക. അങ്ങനെ വേണം എടുക്കാനായിട്ട്. പിന്നെ ലെങ്ത്തൊക്കെ നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ അറിയാൻ പറ്റുമല്ലോ. ലെങ്ത്തൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഈ നെക്കിൻ്റെ ഈ ഒരു പോർഷനിൽ നിന്ന് വേണം നെക്ക് ലെങ്ത്ത് നോക്കാനായിട്ട്. നിങ്ങളുടെ റെഡി കുർത്തിയുടെ സ്ലീവ് ലെങ്ത്തും അതുപോലെ തന്നെ ഇവിടെ നിന്നാണ് സ്ലീവ് ലെങ്ത്ത് എടുക്കുക. എനിക്കിങ്ങനെ സ്ലീവ് ലെങ്ത്ത് എടുക്കാം. സ്ലീവ് റൗണ്ട് എന്ന് പറയുന്നതാണ് ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇങ്ങനെ നിങ്ങൾക്ക് മെഷർ ചെയ്താൽ ഏകദേശം ഒരു കറക്റ്റ് നിങ്ങൾ ഉപയോഗിക്കുന്ന കുർത്തി വെച്ചിട്ട് നിങ്ങൾക്ക് കുർത്തീസ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്ലിറ്റഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഫ്ലെയർഡ് ആണെങ്കിൽ ഇവിടുന്ന് ഫ്ലെയർ ആയിട്ട് പോകുന്ന ടോപ്പാണെങ്കിൽ ഹിപ്പ് സൈസ് ഒരു പ്രോബ്ലം അല്ല, കാരണം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ സ്പേസ് കൂടുതൽ കിട്ടും. അപ്പോൾ ഹിപ്പ് സൈസ് ഉള്ളവർക്കാണെങ്കിൽ പോലും അത് കറക്റ്റായിട്ട് പൊക്കോളും. സെയിം സൈസ് തന്നെ എടുത്താൽ മതി. സ്ട്രെയിറ്റ് കട്ടിൽ വരുമ്പോൾ നിങ്ങൾ ഹിപ്പ് സൈസ് കൂടുതലുള്ള അല്ലെങ്കിൽ വയറ് കൂടുതലുള്ളവർ നെക്സ്റ്റ് സൈസ് ഓപ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ അറിഞ്ഞു വെക്കുകയാണെങ്കിൽ പെട്ടെന്നൊരു ഓൺലൈൻ കുർത്തി എടുക്കണം എന്നൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ കൂടുതലും നമ്മൾ ഓൺലൈൻ ത്രൂ ആണല്ലോ എല്ലാവരും തന്നെ പർച്ചേസ്. അപ്പം മെഷർമെൻറ്റ് എടുക്കുന്ന എങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരാറുള്ള കാര്യം. അതുകൊണ്ടാണ് ചെറിയ ടിപ്പുകൾ പറഞ്ഞ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക. എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അതും നമുക്ക് ഷെയർ ചെയ്യാം. നെക്സ്റ്റ് ഡേയിൽ ഞാൻ ഇനി ഏതെങ്കിലും ഒരു വീഡിയോയിലൊക്കെ ബോഡി മെഷർമെൻറ്റ് എങ്ങനെയാണ് എടുക്കുന്നതെന്നൊക്കെ കാണിച്ചു തരാം. ഇതിപ്പോൾ ജസ്റ്റ് കുർത്തിയിലത് മാത്രമാണ് എടുത്തേക്കുന്നത് കേട്ടോ. നിങ്ങൾക്കിത് യൂസ്ഫുള്ളായി, നിങ്ങൾക്ക് എന്തെങ്കിലും അറിവൊക്കെ കിട്ടി, ഇനി പറയാനുണ്ട്, അഭിപ്രായങ്ങളൊക്കെ പറയാനുണ്ട് അല്ലെങ്കിൽ ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം കേട്ടോ. താങ്ക് യു സോ മച്ച്. സീ യു വിത്ത് അതർ വീഡിയോ.